സഖാവ് പിണറായി ഇന്നലെ പ്രസംഗിക്കുമ്പോൾ ഞങ്ങളെല്ലാം അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ ഒരു കഥയിലെ ഒരു സംഭവം അവതരിപ്പിച്ചു. പിണറായി പറഞ്ഞു, ഞാനിങ്ങനെ ഓഫീസിലിരിക്കുകയാണ്, രാജീവൻ വിളിച്ചു. നമസ്കാരം. കമ്മ്യൂണിസം കണ്ണീരണിഞ്ഞ ഇങ്ങനെ ഒരു കാലം ആരെങ്കിലും പ്രതീക്ഷിച്ചിരുന്നോ? കഥ പറയുമ്പോഴെന്ന സിനിമയുടെ ക്ലൈമാക്സ് പോലെ ഇതാ പിണറായിക്ക് പിന്നാലെ ഗോവിന്ദനും നമ്മളെ കരയിപ്പിക്കുകയാണ് സുഹൃത്തുക്കളെ. രാജീവൻ പറഞ്ഞു, ഒരു വ്യവസായം തുടങ്ങാനുള്ള ഒരു സംരംഭവുമായിട്ട് ഒരാൾ നിങ്ങളെ പരിചയപ്പെടാൻ വരുന്നു, വന്നോട്ടേ പറഞ്ഞു. കാതിൽ കടുക്കനിട്ട ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു പണ്ടെനിക്ക് തലശ്ശേരിയിൽ. കോളേജിൽ ഉച്ചയ്ക്ക് ഞാൻ വിശന്നിരിക്കുമ്പോൾ ചോറ്റുപാത്രം എനിക്ക് നേരെ നീട്ടിക്കൊണ്ട് അവൻ പറയുമായിരുന്നു, കഴിക്കുമോനെ, എൻ്റെ അമ്മ ഉണ്ടാക്കി തന്ന ഒറോട്ടിയാണിത്. ഞാൻ ആർത്തിയോടെ അവൻ്റെ അമ്മ ഉണ്ടാക്കി തന്ന ഒറോട്ടി കഴിച്ചു. കൗതുകത്തോടെ അവനത് നോക്കിയിരിക്കും. മൊറാഴയിൽ കലാപം നടക്കുന്ന സമയം വീട്ടിൽ കയറി ഒളിച്ചിരുന്ന എന്നെ വിളിച്ചിറക്കി കൊണ്ടുവന്നത് അവനായിരുന്നു. എന്നെ വിപ്ലവം സ്വപ്നം കാണാൻ പഠിപ്പിച്ചത് അവനായിരുന്നു. ഒടുവിൽ ഞാൻ ലണ്ടനിലേക്ക് പോകാനിറങ്ങുമ്പോൾ കാതിലെ കടുക്കൻ വിറ്റ കാശുമായി അവൻ എന്നെ കാണാൻ വന്നു. നിറകണ്ണുകളോടെ ഞാൻ ചോദിച്ചു, ഈ കടങ്ങളൊക്കെ ഞാൻ എങ്ങനെ വീട്ടും വിജയ? അപ്പോൾ അവൻ പറഞ്ഞു, എനിക്കൊന്നും തിരിച്ചു വേണ്ട. നാളെ ഒരു സഹായം ആവശ്യപ്പെട്ട ഒരാൾ നിങ്ങളുടെ അടുത്ത് വരും, ഒരു 3.5 ലക്ഷം കോടിയുടെ നിക്ഷേപവുമായി. നിങ്ങൾക്കത് ചെയ്യാൻ കഴിയുമെങ്കിൽ അപ്പോൾ മാത്രം എന്നെ ഓർത്താൽ മതി. ഈ കഥ പറഞ്ഞ് ഗോവിന്ദൻ കരഞ്ഞു. കേട്ടവരെല്ലാം കൂടെ കരഞ്ഞു. ആരായിരുന്നു 3.5 ലക്ഷം കോടി നിക്ഷേപിക്കാൻ പിണറായി വിജയനെ തേടി വന്ന ആ ശതകോടീശ്വരൻ? കേരളീയനല്ല, ഇന്ത്യക്കാരനുമല്ല, വിദേശിയാണ്. അപ്പോൾ പിണറായി അയാളോട് ചോദിച്ചു, എന്തിനാണ് നിങ്ങൾ ഇവിടെ നിക്ഷേപിക്കുന്നത്? അദ്ദേഹം പറഞ്ഞു, സമാധാനപരമായി ഇൻവെസ്റ്റ് നടത്തി മുന്നോട്ട് പോകാൻ പറ്റിയ നാടിനെപ്പറ്റി ഞങ്ങൾ അന്വേഷിച്ചു. അതാ ലോകത്തിൻ്റെ ഭൂപടത്തിൽ കേരളം എന്ന സ്വർഗതുല്യമായ രാജ്യം. എന്നിട്ട് അതും പറഞ്ഞ് വ്യവസായി എങ്ങോട്ടോ മറഞ്ഞുപോയി. പിന്നെ കണ്ടിട്ടേയില്ല. അപ്പോഴേക്കും കിഴക്ക് വെള്ള കീറുന്ന ശബ്ദം കേട്ടു. നേരം വെളുത്തു. മൂത്രമൊഴിച്ച് കഥാനായകൻ വീണ്ടും കിടന്നു. ഒരു പകുതി പ്രജ്ഞയിൽ നിഴലും നിലാവും, ഒരു പകുതി പ്രജ്ഞയിൽ കരിപൂശിയ വാവും എന്ന അവസ്ഥയിലായല്ലോ ഭഗവാനെ കേരളത്തിലെ അന്ധക്കരണങ്ങളായ നേതാക്കളെല്ലാം. പുളുവോട് പുളുവടി, കള്ളക്കഥകളുടെ വേലിയേറ്റമാണ്. അജ്ഞാത കർത്തൃകങ്ങളായ ഈരടികളാണ് എവിടെയും കേൾക്കാനുള്ളത്. സാങ്കല്പിക കഥാപാത്രങ്ങൾക്കൊന്നും ഊരും പേരുമില്ല. പിണറായി പറഞ്ഞു കേട്ട നിക്ഷേപകൻ്റെ പേരോ ഊരോ ഗോവിന്ദനും അറിയില്ല. വിസ്മയത്തുമ്പത്ത് എന്ന സിനിമയിൽ മോഹൻലാൽ നയൻതാരയുടെ തോളിൽ കൈയിട്ട് നടക്കാറുണ്ട്. അവർ പാട്ട് പാടുന്നുമുണ്ട്. പക്ഷേ മോഹൻലാലിന് മാത്രമേ നയൻതാരയെ കാണാൻ കഴിയൂ, നമുക്ക് കാണാൻ കഴിയില്ല. ഇതുപോലെയാണ് പിണറായി വിജയൻ്റെ പുളുവടിക്കഥയിലെ കഥാപാത്രങ്ങളെല്ലാം തന്നെ. ന്യൂയോർക്കിൽ നിന്നും വന്ന കുട്ടി എന്ന ബാലസാഹിത്യ കൃതിക്ക് ശേഷം പിണറായി ആശുപത്രിയുടെ പശ്ചാത്തലത്തിൽ മറ്റൊരു കഥ നമ്മോട് പറഞ്ഞിരുന്നു. ഒരാൾ പിണറായിയെ വിളിച്ച് പറയുകയാണ്, ഞാൻ കോടീശ്വരനാണ്, എനിക്ക് നിങ്ങളുടെ സർക്കാർ ആശുപത്രിയിൽ ചികിത്സിക്കാൻ വരണമെന്നുണ്ട്. എന്തൊരു കൊതിയാണെന്നോ എനിക്ക്. പക്ഷേ ആളുകൾ എന്തു കരുതും? എന്നെ പിശുക്കനായി അവർ കാണില്ലേ? ആ കഥയുടെ ത്രെഡ് ഇങ്ങനെയായിരുന്നു. ഇനി മറ്റൊരു കഥ പുനലൂർ പശ്ചാത്തലമാക്കിയുള്ളതായിരുന്നു. സ്വാഭാവികമായിട്ടും എൻ്റെ അരികിലേക്ക് പോലീസ് ആരെയും കടത്തിവിടാറില്ലല്ലോ. പോലീസ് വലയം ഭേദിച്ച് എൻ്റെ അരികിലേക്കതാ ഒരു വൃദ്ധൻ വരാൻ ശ്രമിക്കുന്നുണ്ട്. ഒരുപാട് അകലെയാണ് അയാൾ. ഞാൻ സ്വാഭാവികമായും കുറച്ച് അകലത്തിലായിരിക്കുമല്ലോ. ഞാനും കൈവീശി കാണിച്ചു. പോലീസുകാരന് പിന്നെയാണ് ആ കാര്യം മനസ്സിലായത്. ഈ ഭരണം എന്തൊരു നല്ല ഭരണമാണെന്ന് എന്നോട് നേരിട്ട് പറയാനാണത്രേ ആ വൃദ്ധൻ വന്നത്. ഈ നരകത്തെ തന്നെ കരകേറ്റിടണം, തിരുവൈക്കം വാഴും ശിവശംഭോ. ഇങ്ങനെ നമ്മൾ ജപിച്ചിരുന്നെങ്കിൽ ഇന്ന് പ്രാർത്ഥിക്കുന്നത് മറ്റൊന്നാണ്. ഈ പിണറായി വിജയൻ്റെ പുളുവടിയിൽ നിന്നും മന്ത്രിമാരുടെ പൊങ്ങച്ചത്തിൽ നിന്നും കേരളത്തെ കരകയറ്റേണമേ ശിവശംഭോ. ഒന്നാലോചിച്ച് നോക്കൂ. മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ ഒരു വയസ്സൻ അവിടെയൊക്കെ ചുറ്റിക്കറങ്ങി നടന്നു. അയാളുടെ കയ്യിൽ ബോംബോ ഉണ്ടംപൊരിയോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഒരു കാലൻകുട പോലുമില്ല പിണറായി വിജയനെ ആക്രമിക്കാൻ. 80 വയസ്സുള്ള പിണറായിക്ക് മനുഷ്യത്വമുണ്ടായിരുന്നെങ്കിൽ അയാളെ അടുത്ത് വിളിച്ച് കാര്യം തിരക്കില്ലേ? ഞാൻ അകലെ നിന്ന് കണ്ടത്രേ. സ്വാഭാവികമായി എൻ്റെ അരികിലേക്ക് ആളെ വിടില്ലല്ലോ എന്ന്. അത്രയ്ക്ക് ടൈറ്റ് സെക്യൂരിറ്റി ആണല്ലോ. ഇതേപ്പറ്റി ലോകം കറങ്ങിയായ സന്തോഷ് ജോർജ് കുളങ്ങര പറഞ്ഞതാണ് ശരി. വിദേശ രാജ്യത്തൊക്കെ ഭരണാധികാരികളെ തട്ടാൻ ആളുകൾ തക്കം പാർത്തു നിൽക്കുകയാണ്.
ഇവിടെ ഒരുത്തനും വേണ്ടാത്തവനും 56 കാറിൻ്റെ അകമ്പടിയോടെ നടക്കുകയാണ് നാട് നീളെ. മെഷീൻ ഗണ്ണുകാരുടെ പ്രൊട്ടക്ഷനുമുണ്ട്. ഗോവിന്ദൻ വെറുതെ ചവച്ചുകൊണ്ട് ഓരോന്ന് പറയും പോലെയല്ല കാര്യങ്ങൾ. ഒന്നാം പിണറായി ഭരണത്തിൽ ഫുൾ ധാർഷ്ട്യവും വെല്ലുവിളിയും പഴയ പോരാട്ട വീര്യം ഓർമ്മപ്പെടുത്തലും നവോത്ഥാനവും ഏക്ഷൻ കാണിക്കലും ഒക്കെയായിരുന്നു. രണ്ടാം ഭരണം കിട്ടിയതോടെ ഗീർവാണവും കള്ളക്കഥമനയിലും പൈങ്കിളി കപ്പ് കടിക്കലും പഞ്ഞത്തരം പറച്ചിലും ഒക്കെയാണ് പരിപാടി. ഇപ്പോൾ സെൻറ്റിമെൻറ്റ്സിലൂടെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. എന്തൊക്കെ പറഞ്ഞാലും മുള്ളുമുരിക്കിൽ നിന്നും മുന്തിരിക്കുല ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. ഇന്ദ്രനെയും ചന്ദ്രനെയും പേടിയില്ലാത്ത, നീട്ടിപ്പിടിച്ച കത്തിയുടെയും ഊരിപ്പിടിച്ച വടിവാളിൻ്റെയും ഇടയിലൂടെ നടന്ന പഴയ വിജയനെവിടെ? വില്ലൻ കൊമേഡിയനാകുന്ന അവസ്ഥയിലാണ് പിണറായി മുതൽ ഗോവിന്ദൻ വരെ. ദേശീയ സെക്രട്ടറി പാത്രം കഴുകി അടുക്കളയിൽ തേഞ്ഞു തീരുകയാണ്. ഗോവിന്ദൻ്റെ പ്രസംഗം തുടങ്ങുമ്പോൾ തന്നെ സലീംകുമാറിൻ്റെ ഡയലോഗ് ഓർമ്മ വരും. കോൺസ്റ്റബിൾ തള്ളിക്കോളൂ. ഞാൻ ചോദിച്ചു, നിങ്ങൾ എവിടെയാണ്? അപ്പോൾ കേരളീയനല്ല, അപ്പോൾ ഇന്ത്യക്കാരനുമല്ല, വിദേശിയാണ്. 3 ലക്ഷം കോടി ഇൻവെസ്റ്റ് ചെയ്യാൻ വന്ന വ്യവസായിയെ ആരെങ്കിലും പിന്നെ കണ്ടായിരുന്നോ? അയാൾ നിക്ഷേപിച്ചായിരുന്നോ? വിദേശിയായ അയാളുമായി പിണറായി എങ്ങനെ ആശയവിനിമയം നടത്തി? പിണറായി പറഞ്ഞ ഈ വെടിക്കഥ കുത്തും കോമയും പോലും മാറ്റാതെ ഗോവിന്ദനങ്ങ് പകർത്തുകയാണ്. 3 ലക്ഷം കോടി നിക്ഷേപമെന്ന് കേട്ടിട്ട് ഒരൊറ്റയൊരെണ്ണം മുമ്പിലിരുന്ന് കൈയടിക്കുന്നുമില്ല. അതാണ് രസം. വിപ്ലവം വെടിവഴിപാടായി മാറുമ്പോൾ വിളിച്ചു പറച്ചിൽ തന്നെയാണ് ഭേദം. ആന്തൂരിലൊരു കൺവെൻഷൻ സെൻറ്റർ ഉണ്ടാക്കാനിറങ്ങിയ സാജൻ എന്ന പ്രവാസിയെ കാലപുരിക്ക് പറഞ്ഞയച്ച PK ശ്യാമള അവിടുത്തെ പെമ്പ്രന്തോത്തി തന്നെയല്ലായിരുന്നു. വ്യവസായം തുടങ്ങാൻ പറ്റിയ ഒരു നാട് കേരളം പോലെ വേറെ ഇല്ലത്രേ. ശരിക്കും അങ്ങനെ ഒരാൾക്ക് ചിന്തിച്ചെങ്കിൽ അത് ഭാഗ്യമാണ്. പക്ഷേ കഴിഞ്ഞ 10 വർഷമായി കേരളത്തിൽ സമാധാനത്തിൽ ഒരു ഗ്ലാനിയുമില്ല. കാരണം കല്ലെറിയാനും തല്ലിപ്പറിക്കാനും തീവയ്ക്കാനും പൂട്ടിക്കെട്ടിക്കാനും കോൺഗ്രസ്സുകാർക്ക് കഴകത്തില്ലല്ലോ. ഗോവിന്ദൻ 2 വർഷം മുമ്പ് പറഞ്ഞത് 1.5 ലക്ഷം പേർക്ക് അടുത്ത മാസം ജോലി, 20,000 പേർക്ക് പിന്നത്തെ മാസം ജോലി, പിന്നെ ഭൂമി വേണ്ടാത്ത അന്തരീക്ഷത്തിലൂടെ പറക്കുന്ന ട്രെയിൻ, അങ്ങനെ നമ്മൾ സിംഗപ്പൂരാകും. എന്തൊക്കെ വിടുവായത്തരങ്ങളായിരുന്നു. ആരോഗ്യത്തിൽ കേരളം അമേരിക്കയെ കവയ്ക്കും, വിദ്യാഭ്യാസത്തിൽ ലോകോത്തരമാകും, തൊഴിലില്ലായ്മ പരിഹരിക്കും. ഇനി ഞങ്ങളുടെ അടുത്ത ഉന്നം ലോകത്തിന് മുമ്പിൽ കേരളത്തെ പ്രത്യേകമായി അടയാളപ്പെടുത്തുകയാണ്. എന്തായാലും പ്രസംഗത്തിനൊടുവിൽ കുത്തക മുതലാളിത്തത്തിന് നാവിക്കൊരു തൊഴിയും സാമ്രാജ്യത്വ ശക്തികളുടെ കഴുത്തിനൊരു പിടിയും ഇത്രയും കൂടി പൂർത്തിയാക്കിയ ഗോവിന്ദൻ അവസാനിപ്പിക്കാറുള്ളൂ. ഫ്രഞ്ച് വിപ്ലവം, കോളനി വാഴ്ച എന്നൊക്കെ കൂടി പറയുമ്പോഴാണ് ഗോവിന്ദൻ നിസാരക്കാരനല്ല എന്ന് നമുക്ക് മനസ്സിലാകുന്നത്. കേരളത്തിലെ ജനങ്ങളുടെ നിലവാരം ഉയർത്തുകയാണ് ഇടതുപക്ഷ സർക്കാരിൻ്റെ ലക്ഷ്യമത്രേ. അന്യൻ വിയർക്കുന്ന കാശ് കൊണ്ട് അപ്പവും തിന്ന് അമ്പലവും കട്ട്, ബാങ്കും കൊള്ളയടിച്ച് ഖജനാവും കൈയിട്ട് വാരി ജനങ്ങളെ പിഴിഞ്ഞ് വിപ്ലവ സൗധം തീർത്ത് മേലനങ്ങാതെ കഴിയുന്ന കമ്മി സാറന്മാർ പറയുകയാണ് ജനജീവിതത്തെ ഞങ്ങൾ തൊട്ടിലിൽ കിടത്തി ആട്ടുമെന്ന്. മനുഷ്യൻ അധ്വാനിച്ചുണ്ടാക്കിയ കാശിന് അഭിമാനത്തോടെ ജീവിക്കുന്നതിനും ക്രെഡിറ്റ് അടിക്കാൻ വരുന്ന ഈ ഭരണകൂടത്തെയും പാർട്ടിയെയും സമ്മതിച്ചു കൊടുക്കണം. പഴയകാലത്തെ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരെ ഒന്ന് ശ്രദ്ധിക്കൂ. 10 പൈസയുടെ പോലും പുങ്കത്തരം അവർ പറയുമായിരുന്നില്ല. കടിച്ചാ പൊട്ടാത്ത മാനിഫെസ്റ്റോയും വിപ്ലവ വായാടിത്തവും പറഞ്ഞാലും മുതലാളിത്തത്തെ തെറി പറഞ്ഞാലും അവർ ഇമാതിരി വങ്കത്തരങ്ങൾ പറയുമായിരുന്നില്ല. ഇതിപ്പോൾ നട്ടപ്രാന്ത് നെറുകയിൽ കയറിയ അവസ്ഥയിലാണ് സകലതും. കമ്മ്യൂണിസം ശാസ്ത്രമാണ്, സയൻസാണ്, അത് മനുഷ്യൻ്റെ ജീവസന്ധാരണത്തിന് ആവശ്യമാണ് എന്ന് പ്രസംഗിക്കുന്ന നായനാരെ കേട്ടിട്ടുണ്ട്. ഉലുവ കൊണ്ട് ചികിത്സയും ഫലിതം കൊണ്ട് ഭരണവും നടത്തിയ നായനാരെവിടെ? പിണറായി എവിടെ? കമ്മ്യൂണിസ്റ്റുകൾക്ക് മാത്രമല്ല കോൺഗ്രസ്സുകാർക്കും ജനതാ പാർട്ടിക്കാർക്കും ഇഷ്ടമായിരുന്നു ആ നായനാരെ. സഖാവേ എന്ന് നായനാര് വിളിക്കുമ്പോൾ അത് എന്നെയും കൂടിയാണല്ലോ എന്ന് സാധാരണക്കാരനും ചിന്തിച്ചു പോന്നിരുന്നു. പുതിയ കാലത്ത് ഈ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട പല വാക്കുകളുടെയും അർത്ഥം തന്നെ മാറിപ്പോയിരിക്കുന്നു. VS ഇംഗ്ലീഷ് പറയുമ്പോഴും കേരളം കൗതുകത്തോടെയും വലിയ സന്തോഷത്തോടെയുമാണ് അത് കേട്ടിരുന്നത്. ഒരാളും VSൻ്റെ ഗ്രാമറിൽ പിടിച്ച് ആക്ഷേപിച്ചിട്ടില്ല. അഭ്യസ്തവിദ്യരായ ഡബിൾ എ റഹീം ഇംഗ്ലീഷ് പറയുമ്പോൾ മലയാളികൾ പക്ഷേ ഉടുമുണ്ടഴിച്ച് തലയിലിടേണ്ടി വരുന്നു. ഭഗവാൻ എന്തിനാടോ പാറാവെന്ന് ചോദിച്ച നായനാർ തന്നെ പറഞ്ഞു, എനിക്കെന്തിനാടോ സെക്യൂരിറ്റി, എൻ്റെ സഖാക്കളാടോ എൻ്റെ കാവൽ. പോലീസിനോട് കൈകെട്ടി നിൽക്കാൻ പറഞ്ഞിട്ട് DYFIക്കാരായ ഗുണ്ടകളെ ഇറക്കി യൂത്തന്മാരുടെ തലയടിച്ച് പൊട്ടിച്ച് രക്ഷാപ്രവർത്തനം നടത്തിയ പിണറായി വിജയൻ എവിടെ? നായനാരെവിടെ? ഗോവിന്ദനോട് ഒന്നേ പറയാനുള്ളൂ, ചടയൻ ഗോവിന്ദനിൽ നിന്നും 4 നാഴികയൊന്നുമല്ല, ഒരു പ്രകാശ വർഷത്തിനും അപ്പുറമാണ് AI ഗോവിന്ദൻ്റെ സ്ഥാനം. രക്തസാക്ഷിത്വ പണ്ട് കൈയിട്ട് വാരിയതിൻ്റെ കണക്ക് പറഞ്ഞ് പുസ്തകം അടിച്ചിറക്കിയാൽ കേസ് കൊടുക്കുമെന്ന് പറഞ്ഞ സെക്രട്ടറിയാണ് നമ്മുടെ ഭാഗ്യം.
ആ ഗോവിന്ദനാണിപ്പോൾ വികസന ജാഥയും വെടിക്കഥയുമായി ഇറങ്ങിയിരിക്കുന്നത്.